കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, പുനരേക്യ പ്രസ്ഥാനത്തിൻ്റെ പ്രണേതാവായ ധന്യന്മാർ ഇവാനിയോസ് തിരുമേനിയുടെ 73ാമത് ഓർമ്മ പെരുന്നാൾ ആഘോഷിക്കുവാനായി നാം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. പ്രത്യേകമായ പ്രാർത്ഥനകളും ജാഗരണവും നോമ്പും ഭാഗ്യങ്ങളുടെ കലവറയായ ഖബറിങ്കിലേക്കുള്ള തീർത്ഥാടന പദയാത്രയും ഒക്കെയായി ഈ തിരുനാളിൽ സംബന്ധിക്കുവാനായി നമ്മളെ തന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ദൈവഹിതത്തിൻ്റെ നേർവഴികൾ അറിഞ്ഞ് ഈ തിരിച്ചറിവിലൂടെ സത്യത്തെ പുൽകുവാൻ സധൈര്യം ആത്മസമർപ്പണം ചെയ്ത ആത്മീയ ആചാര്യനാണല്ലോ ധന്യന്മാർ ഇവാനിയോസ് തിരുമേനി. ദൈവം വെളിപ്പെടുത്തിയ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയെ നെഞ്ചോട് ചേർക്കുവാൻ ജീവിതത്തിൻ്റെ സുരക്ഷിതത്വവും സ്ഥാനമാനങ്ങളും ത്യജിച്ച് ത്യാഗത്തിൽ നെയ്തെടുത്ത കാഷായ വസ്ത്രവും ധരിച്ച് സ്വയം എളിമപ്പെട്ടെത്തിയ ആത്മീയ സാധനയുടെ ആൾരൂപമായിരുന്നു അവിടുന്ന്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം കാരുണ്യ പ്രവൃത്തികളുടെ ധന്യന്മാർ ഇവാനിയോസ് പിതാവ് എന്നാണ്. എങ്ങനെയാണ് തൻ്റെ ജീവിതത്തെ ദൈവത്തോട് ചേർത്ത് വെച്ചത്? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ കർത്താവ് അരുളി ചെയ്യുന്നു, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവരുടെ മേൽ കരുണയുണ്ടാകും. കർത്താവിൻ്റെ കരുണയിൽ അഭയപ്പെടുകയും ആ കരുണ മറ്റുള്ളവർക്ക് പങ്കുവെക്കുകയും ചെയ്തുകൊണ്ടാണ് അവിടുന്ന് സഭയുടെ സത്യത്തിൻ്റെ വഴി കണ്ടെത്തിയത്. പിതാവ് രചിച്ച ദിനപ്രതിഷ്ഠ പ്രാർത്ഥനയിൽ എല്ലാ പ്രഭാത പ്രാർത്ഥനയോട് ചേർന്ന് നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു: കരുണയുള്ള ദൈവമേ, ഈ ദിവസത്തെ നിനക്ക് ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ കർത്താവിൻ്റെ കരുണയിൽ എപ്പോഴും ആയിരിക്കാൻ പ്രാർത്ഥിക്കണമെന്ന് പിതാവ് പഠിപ്പിക്കുന്നു. താൻ ആർജിച്ച അറിവും ജ്ഞാനവും തൻ്റെ സമുദായത്തിലെ യുവതീ യുവാക്കൾക്ക് കൂടി ലഭിക്കണമെന്നുള്ള ആർദ്രമായ ആഗ്രഹം കൊണ്ടാണ് സെറാബൂരിലെ വിദ്യാഭ്യാസത്തിനായി യുവതീ യുവാക്കളെ അയച്ചത്. തൻ്റെ സ്വന്തം പരിശ്രമത്തിൽ നിന്ന് കേരളത്തിൽ നിന്ന് വിദ്യാർത്ഥികളെ സെറാബൂർ കോളേജിലേക്ക് കൊണ്ടുപോയി പഠിപ്പിക്കുകയും അവരിലൂടെ വിദ്യാഭ്യാസമുള്ളൊരു തലമുറയെ വാർത്തെടുക്കണമെന്നാണ് പിതാവ് ആഗ്രഹിച്ചത്. സ്ത്രീ ശാക്തീകരണത്തിനും ഉന്നമനത്തിനുമായി ഇതുപോലെ തന്നെ യുവതികളെ തിരഞ്ഞെടുത്ത് പഠനത്തിനായി അവിടുന്ന് അയച്ചു. ഈ കാരുണ്യ പ്രവൃത്തികൾ എല്ലാം പിതാവിൻ്റെ ആഴമായ വിശ്വാസത്തിൻ്റെയും സഭാത്മകതയുടെയും തെളിവാണ്. കർത്താവ് തന്നെ പറയുന്നു, ഞാൻ വിശന്നിരുന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു, എനിക്ക് ദാഹിച്ചിരുന്നു, എനിക്ക് കുടിക്കുവാൻ തന്നു എന്നിങ്ങനെ സുവിശേഷത്തിൽ കാരുണ്യ പ്രവൃത്തികളെക്കുറിച്ച് നമ്മൾ വായിച്ചു കേട്ടിട്ടുണ്ട്. ദൈവപരിപാലനയിലും ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസത്തിൻ്റെ പ്രകടനമാണ് ഈ പ്രവൃത്തികൾ. ദൈവകൃപയിൽ ആശ്രയിക്കാതെ ഒരു വ്യക്തിക്ക് ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുവാൻ സാധിക്കുകയില്ല. ധന്യന്മാർ ഇവാനിയോസ് പിതാവിൻ്റെ ജീവിതം പരിശോധിക്കുമ്പോൾ ഇതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ആശ്രമ ജീവിതത്തിലൂടെ ദരിദ്രരെയും പാവപ്പെട്ടവരെയും ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കുവാനും ആരും നോക്കാനില്ലാത്ത കുട്ടികളെ സംരക്ഷിക്കുവാനും അങ്ങനെയുള്ള കരുണയുടെ പ്രവൃത്തികളാണ് പിതാവ് ആഗ്രഹിച്ചത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നിട്ടും കരുണയുടെ പ്രവൃത്തികൾ ഉണ്ടായിരുന്നു. അത് ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചതിൻ്റെ ഫലമായിരുന്നു. പിതാവിൻ്റെ ജീവിതം മനസ്സിലാക്കുമ്പോൾ സഭയെക്കുറിച്ചും പാവപ്പെട്ടവരെക്കുറിച്ചും സമൂഹത്തിൻ്റെ വളർച്ചയെക്കുറിച്ചും മാത്രമാണ് അദ്ദേഹം ചിന്തിച്ചത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാതിരിക്കുവാനും കരുണ കൊടുക്കാതിരിക്കുവാനും കഴിയുകയില്ല. കരുണയുടെ പ്രവൃത്തികൾ ചെയ്യുന്നവർ സ്വർഗത്തിൽ സമ്പാദ്യമുണ്ടാക്കുന്നു. മാർ ഇവാനിയോസ് പിതാവ് സഭയുടെ സാമ്പത്തിക സമ്പത്ത് വർദ്ധിപ്പിക്കുവാൻ ശ്രമിച്ചില്ല. എല്ലാം ഉപേക്ഷിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ചു, എന്നാൽ സ്വർഗത്തിൽ സമ്പാദിച്ചു. അതിനാലാണ് ഇന്ന് ഈ സഭ വളരുന്നത്. ഇത് നമ്മുടെ മിടുക്കല്ല, പിതാവിൻ്റെ ആത്മീയ സമ്പാദ്യമാണ്. അദ്ദേഹം സ്വർഗത്തിൽ നിന്ന് ഇന്നും പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ദൈവത്തിന് നന്ദി അർപ്പിക്കാം. പിതാവിൻ്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കാം. അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്ക് പ്രചോദനമാക്കാം. പിതാവിൻ്റെ മാധ്യസ്ഥം തേടി നമ്മുടെ നിയോഗങ്ങൾക്കായി പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമേൻ. പൂജിതമായ സ്മരണ കുടീരം മുൻപിൽ ഈറൻമിഴികളുമായി ഞങ്ങൾ കാലം കൈകൂപ്പുന്നു. പാവന ഖബറിൻ മുൻപിൽ പുണ്യപിതാവിൻ പൂജിതമായ സ്മരണ കുടി